നമ്മുടെ പപ്പിക്കുട്ടനെ കണ്ടിട്ട് കുറച്ച് ദിവസമായില്ലേ. അപ്പോൾ നമുക്കിന്ന് നമ്മുടെ പപ്പിക്കുട്ടനെ കാണാം കേട്ടോ. അപ്പോൾ പപ്പിക്കുട്ടി എന്നും രാവിലെ 7 മണിയാവുന്ന സമയത്ത് നമ്മുടെ വീടിൻ്റെ പടിക്കലെത്തും കേട്ടോ. ബ്രെഡോ റസ്കോ പാലൊഴിച്ചിട്ടോ പാലൊഴിക്കാതെ എങ്ങനെയാ വെച്ചാൽ അതുപോലെയുള്ള പോലെയൊക്കെ കൊടുക്കും കേട്ടോ. അപ്പോൾ ഇന്ന് കൊടുക്കുന്നത് പൊറോട്ടയാണ് കേട്ടോ. അപ്പോൾ പൊറോട്ട സ്ഥിരം ഭക്ഷണമൊന്നുമില്ല കേട്ടോ. ഇടയ്ക്ക് നമ്മുടെ പൂച്ചക്കുട്ടികളുടെ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് വാങ്ങിക്കൊണ്ടിരുന്നതാണ് കേട്ടോ. അപ്പോൾ വാങ്ങിക്കൊണ്ടു കഴിഞ്ഞാൽ അത് കല്ലിലിട്ട് ഒന്നും കൂടി ചൂടാക്കിയിട്ടാണ് ഇവർക്കൊക്കെ പൊട്ടിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഇളം ചൂടോടുകൂടി അങ്ങനെ കഴിക്കാൻ പൂച്ചക്കുട്ടികൾക്ക് നല്ല ഇഷ്ടമാണ്, നമ്മുടെ പപ്പിക്കുട്ടന് നല്ല ഇഷ്ടമാണ് കേട്ടോ. അതേപോലെ തന്നെ എണ്ണ പലഹാരങ്ങളൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്ത് വാങ്ങുമ്പോഴും പപ്പിക്കുട്ടന് ഒരു വിഹിതം മാറ്റി വെക്കും കേട്ടോ. അത് വരുന്ന സമയത്ത് എടുത്ത് കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ഇത് പൊറോട്ട ഇന്നലെ കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ ഞാനതൊന്ന് കല്ലിലിട്ട് ചൂടാക്കിയിട്ട് അങ്ങനെ ചെറിയ ചൂടോടുകൂടി പൊട്ടിച്ചിട്ട് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ ചമ്പിക്കുട്ടി അവിടെ ഇരുന്നിട്ട് അതിന് നല്ല ദേഷ്യമുണ്ട് കേട്ടോ. ചമ്പിക്കുട്ടിക്ക് പപ്പിക്കുട്ടൻ വന്നിട്ട് പൊറോട്ട കഴിക്കുന്നത് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. എന്തിനാ കൊടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന് പറഞ്ഞിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. നമ്മുടെ പീക്കിലും ബബിൾക്കുട്ടനൊക്കെ അവിടെ കിടന്നുറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ പപ്പിക്കുട്ടൻ പൊറോട്ടയൊക്കെ വേഗം അടിപൊളിയായിട്ട് അകത്താക്കിയിട്ടുണ്ട്. ചമ്പിക്കുട്ടിക്ക് അത് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. പൊറോട്ട കഴിച്ചൂലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന് പറയാണ് പപ്പിക്കുട്ടനോട്. അപ്പോൾ ഇതാ നമ്മുടെ പീക്കിരിക്കുട്ടനും ബബിൾക്കുട്ടനും ഒക്കെ അവിടെ കിടന്നുറങ്ങുന്നുണ്ട് കേട്ടോ. മെഷീൻ്റെ മുകളിൽ കിടന്നുറങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പപ്പിക്കുട്ടന് എന്നും ഫുഡ് കൊടുക്കണ പോലെ ബാബേട്ടൻ ദിവസം തെരുവിലത്തെ ഒരുപാട് നായ്ക്കൾക്ക് ഫുഡ് വാങ്ങി കൊടുക്കും. ബിസ്ക്കറ്റ് ബ്രെഡൊക്കെ വാങ്ങിയിട്ട് വണ്ടിയിൽ വെക്കും. അപ്പോൾ ഒറ്റയ്ക്കൊക്കെ വരണ സമയത്ത് ഓരോരോ ഭാഗങ്ങളുണ്ട് കേട്ടോ. അവിടെ നിൽക്കണ നായ്ക്കൾക്ക് ബാബുവിൻ്റെ വണ്ടിയുടെ ശബ്ദമൊക്കെ അറിയാം കേട്ടോ. അപ്പോൾ ബാബുവിൻ്റെ കൂടെ നമ്മൾ ഓരോ സ്ഥലത്തേക്ക് പോകുന്ന സമയത്ത് നമുക്കത് കാണാൻ പറ്റും കേട്ടോ. ഭയങ്കര സന്തോഷമാവും കാണുമ്പോൾ. ബാബുവിനെ കാണുമ്പോഴേക്കും പട്ടികളൊക്കെ ഓടി വരും കേട്ടോ. അപ്പോൾ അങ്ങനെ ഓരോരോ ഭാഗങ്ങളിൽ ഒഴിഞ്ഞ ഭാഗങ്ങളിലൊക്കെ നിർത്തിയിട്ടാണ് അവർക്ക് ഇതേപോലെ ഫുഡൊക്കെ കൊടുക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ വീടിൻ്റെ പിന്നിൽ എന്നും ബിസ്ക്കറ്റ് കഴിക്കാൻ വരുന്ന ഒരു പട്ടിയാണ് കേട്ടോ. ഇതാണ് നമ്മുടെ പപ്പിക്കുട്ടൻ്റെ അമ്മയാണ് കേട്ടോ. അത് കണ്ടില്ലേ, അതിന് കണ്ടില്ലേ ഹെയർ ഒന്നുമില്ല, അതൊരു ബ്ലാക്ക് കളറായിട്ടിരിക്കുന്നത്. അത് ഇപ്പോഴാണ് കേട്ടോ നമ്മുടെ വീട്ടിലേക്ക് ഇങ്ങനെ കഴിക്കാൻ വരണത്. അത് വയസ്സായിരിക്കുന്നു കേട്ടോ. അധികം കാലമൊന്നും ഉണ്ടെന്ന് തോന്നണില്ല. അപ്പോൾ ഇത് പപ്പിക്കുട്ടനും നമ്മുടെ വീട്ടിൽ വരണ സമയത്ത് ഇതുപോലെ ഹെയർ ഒന്നും ഇല്ലാതെ ഇങ്ങനെ ഒരു ബ്ലാക്ക് കളർ രൂപത്തിലാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് പോയി നിങ്ങൾ ചാനലിൽ പോയി നോക്കുകയാണെങ്കിൽ അത് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡും മെഡിസിനൊക്കെ കൊടുത്തിട്ടാണ് ഈ രൂപമായിരിക്കുന്നത്. അപ്പോൾ ഇപ്പം എന്താ ഒരു ക്ഷീണമൊക്കെ തോന്നണില്ലേ? വേറെ ഒന്നുമില്ല. അപ്പോൾ നായ്ക്കളുടെ കൂടെ ഭയങ്കര സർക്കിട്ടാണ്. ഇപ്പോൾ രാവിലെ കഴിച്ചിട്ട് പോയാൽ ഇനി വൈകുന്നേരം ആട്ടോ വരുള്ളൂ. അപ്പോൾ വൈകുന്നേരം ഉള്ളൂ. ഉച്ചയ്ക്ക് ഊണില്ല കേട്ടോ. ഉച്ചയ്ക്ക് മീനൊക്കെ കൂട്ടി നന്നായിട്ട് ചോറിനുണ്ടായിരുന്നു, നന്നായിട്ട് ഇരുന്നുണ്ടായിരുന്നതാണ്. ഇനിയിപ്പോൾ ആ സർക്കിട്ടും കറക്കൊക്കെ കഴിഞ്ഞിട്ടാണ് ഊണ് കഴിക്കാൻ വരേണ്ടാവുള്ളൂ.